ഈ വാർത്താ ദിനത്തിലെ 10 പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ക്ലിഫ് ഹൗസിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തിയ പ്രതിഷേധം വൻ സംഘർഷത്തിൽ കലാശിച്ചു. 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പ്രതിഷേധത്തിനിടെ നാടകീയ രംഗങ്ങൾക്കും തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു. മുഖ്യമന്ത്രി ഈഗോ ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 256 ദിവസം പിന്നിട്ടപ്പോഴാണ് ആശാപ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ലെന്നായിരുന്നു ആശാപ്രവർത്തകരുടെ നിലപാട്. സമരത്തിന്റെ 5-ാം മണിക്കൂർ മൈക്കും ജനറേറ്ററും പോലീസ് പിടിച്ചെടുത്തത് സംഘർഷത്തിനിടയാക്കി. സമരത്തിന് നേതൃത്വം നൽകിയ 19 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അകാരണമായി മർദ്ദിച്ചുവെന്ന ആരോപണവും പ്രവർത്തകർ ഉന്നയിക്കുന്നു. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശമാരെ തെരുവിലിട്ട് തല്ലാമെന്ന് പോലീസ് കരുതണ്ട. ക്ലിഫ് ഹൗസിന് മുന്നിലെ സമാനതകളില്ലാത്ത സമരത്തിന് ശേഷം പ്രതിഷേധം അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെ ഉടൻ കാണാൻ അവസരം നൽകാമെന്നും അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കാമെന്നുമുള്ള ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെക്കുറിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. തത്വത്തിൽ മുഖ്യമന്ത്രി ഞങ്ങളെ കാണാം എന്നുള്ള ഒരു ഉറപ്പ് പോലീസ് അധികാരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. പ്രതിഷേധിച്ച 19 ആശാപ്രവർത്തകർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിൽ. നിലവിലെ ഭരണസമിതിയുടെ പങ്കും SIT അന്വേഷിക്കും. കേസിലെ 2ാം പ്രതി മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയിലെ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഉന്നതർ കുടുങ്ങുമെന്ന് ഇതോടെ ഉറപ്പായി. SIT ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ശേഷമുള്ള കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ സ്വർണ്ണപ്പാളിയിലോ മാത്രം അന്വേഷണം ഒതുക്കരുത്. ശബരിമലയിലെ കവർച്ചകളുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിലടക്കം ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കോ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT അന്വേഷിച്ചു വരികയാണ്. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടൊരു പേരായിരുന്നു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് ഉടൻ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഒരു പക്ഷേ നാളെ വൈകുന്നേരത്തിന് മുൻപ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. മാത്രവുമല്ല, നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അതും വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കമാണ്. ഈ മാസം 30 വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള തെളിവെടുപ്പും ഒരുപക്ഷെ വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം നീക്കം നടത്തിയേക്കും. പ്രത്യേകിച്ച് ഹൈദരാബാദ്, ബാംഗ്ലൂര്, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം ഉടൻ കടക്കും. അതേസമയം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെതിരെ ചില നിരീക്ഷണങ്ങൾ, അവരെ സംശയനിഴലാക്കുന്ന ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിരീക്ഷണങ്ങൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് 2019 ഈ കവർച്ച മറയ്ക്കാൻ 2024 ചില ശ്രമങ്ങൾ നടത്തിയെന്നൊക്കെയുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ആ നിരീക്ഷണം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് കോടതിയെ നാളെ തന്നെ സമീപിക്കാനുള്ള ചില തീരുമാനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. അതായത് കോടതിയുടെ പരാമർശം രേഖകളിൽ നിന്ന് നീക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ആവശ്യമായി ദേവസ്വം ബോർഡ് ഉന്നയിക്കും. ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണകുംഭം നൽകിയാണ് ശബരിമല തന്ത്രി സ്വീകരിച്ചത്. ദർശനത്തിന് ശേഷം രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാവിലെ 7:30ഓടെയാണ് രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത്. 7:58 ഹെലികോപ്റ്റർ പത്തനംതിട്ടയിലേക്ക്. പത്തനംതിട്ട രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 8:30 രാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ ഇറങ്ങി. രാവിലെ 8:30 പ്രമാടത്ത് നിന്ന് പുറപ്പെട്ട രാഷ്ട്രപതി 10:30 പമ്പയിലെത്തി. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് രാഷ്ട്രപതിയും ഒപ്പമുള്ളവരും കെട്ടുനിറച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഗൂർഖ വാഹനത്തിൽ 11:20 സന്നിധാനത്തേക്ക്.
കറുപ്പുമുടുത്ത ഇരുമുടിക്കെട്ടേന്തി 11:45 രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്നിധാനത്ത്. പതിനെട്ടാം പടി ചവിട്ടി കൊടിമരച്ചുവട്ടിലെത്തിയ രാഷ്ട്രപതിക്ക് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും വണങ്ങി വാവരുനടയിൽ അനുഗ്രഹം തേടിയാണ് രാഷ്ട്രപതി മടങ്ങിയത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ഗസ്റ്റ് ഹൌസിലെ വിശ്രമം ഒഴിവാക്കി പമ്പയിലേക്ക് തിരിക്കുകയായിരുന്നു. പമ്പയിൽ നിന്ന് പ്രമാടത്തേക്ക് റോഡ് മാർഗവും പ്രമാടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്റർ മാർഗവുമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ യാത്ര. ശബരിമലയിൽ നിന്ന് MG പ്രതീഷ്, 24. അതേസമയം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇറങ്ങിയ പത്തനംതിട്ട പ്രമാടത്തെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ താഴ്ന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കിയാണ് പ്രശ്നം പരിഹരിച്ചത്. പ്രമാടത്തെ ഗ്രൗണ്ടിൽ ഇന്ന് രാവിലെയാണ് കോൺക്രീറ്റ് ചെയ്തത്. എന്നാൽ സുരക്ഷാ വീഴ്ച ഇല്ല എന്നാണ് DGPയും പത്തനംതിട്ട ജില്ലാ കളക്ടറും വിശദീകരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് പ്രമാടത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ താൽക്കാലിക ഹെലിപാഡിലാണ്. ഇവിടെയാണ് ഇന്ന് രാവിലെ രാഷ്ട്രപതി വന്നിറങ്ങുന്നത്. പിന്നാലെയാണ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്റർ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ജീവനക്കാരും ചേർന്ന് തള്ളുന്ന ദൃശ്യങ്ങൾ വന്നത്. KU ജനീഷ് കുമാർ ഇങ്ങോട്ട് 24-നോടൊപ്പം ചേരുകയാണ്. തള്ളി നീക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. തള്ളി നീക്കാൻ കാരണം ഇതാണ്, 5 അടി ബാക്കിലേക്ക് മാറി ലാൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നിന്നും ഉയർത്തുമ്പോൾ ആ ബാക്കിൽ ഭാഗത്ത് അതിൻ്റെ ഫാൻ കറങ്ങി അവിടുന്ന് പൊടിയും ചള്ളയുമെല്ലാം ഉയരും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തെങ്കിലും ഒരു സേഫ്റ്റി കൺസേണോ അല്ലെ അങ്ങനത്തെ ഒരു പാകപ്പഴയോ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരിക്കലും പ്രസിഡന്റ് ടേക്ക് ഓഫ് ചെയ്യില്ല. അവർ കാർക്കേഡ് മൂവ് ചെയ്ത് റോഡ് മാർഗം പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഇത് തള്ളി നീക്കുന്നത്. പിന്നീട് ഇവിടെ അറ്റകുറ്റപ്പണി നടത്തിയോ എന്ന കാര്യത്തിലൊന്നും നിലവിൽ വ്യക്തതയില്ല. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നസ്വരം. KC വേണുഗോപാൽ സജീവമാകുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ന് റെഡ് അലേർട്ടാണ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടിയാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. PM ശ്രീ പദ്ധതിയിലും ഇരു നേതാക്കൾക്കും വ്യത്യസ്ത സമീപനമായിരുന്നു. AICC ജനറൽ സെക്രട്ടറി സംസ്ഥാനത്ത് പ്രവർത്തനങ്ങളുമായി സജീവമാകുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആരാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു രാഷ്ട്രീയ വിവാദത്തിന് ശേഷമാണിപ്പോൾ KC വേണുഗോപാലിൻ്റെ സംസ്ഥാനത്തെ സജീവ സാന്നിധ്യം ചർച്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടി KC വേണുഗോപാൽ നൽകുകയും ചെയ്തു. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും, പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. KC വേണുഗോപാലിന്റെ സംസ്ഥാനത്തെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് നൽകിയ മറുപടി ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകുന്ന മറുപടിയായിരുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുകയാണ്. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ? നോക്കണം, മഴ പെയ്യുന്നു. VD സതീശന്റെ പ്രതികരണം കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിൽ വിവാദമുണ്ടാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. എതിരാളികൾക്ക് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാകത്തിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെ തള്ളി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു. ഉമ്മൻചാണ്ടി AICC സെക്രട്ടറി ആയിരുന്നില്ലേ? അദ്ദേഹം കേരളത്തിൽ സജീവമായിരുന്നില്ലേ? AK വർക്കിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ലേ? സജീവമായിരുന്നില്ലേ? ലീഡർ ഹൈക്കമാൻഡിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നില്ലേ? കേരളത്തിലല്ലേ ലീഡറുടെ കാലുകൾ ചവിട്ടി നിന്നത്? PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും VD സതീശൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല.
ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ. BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ ഈ നേതാക്കളുടെ ഈ വ്യത്യസ്ത പ്രതികരണങ്ങൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുന്നുണ്ട് കോൺഗ്രസിനകത്തിൽ. ഇത് വലിയ രീതിയിൽ വിലയിരുത്തുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കടക്കം ഈ വിഷയത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ പാലക്കാട്ട് നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അവിടെ പുലിഭീതിയെ തുടർന്ന് അട്ടപ്പാടിയിൽ ഒരു സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അട്ടപ്പാടി മുള്ളി ട്രൈബൽ GLP സ്കൂളിനാണ് അവധി പ്രഖ്യാപിച്ചത്. ഇവിടെ 2 ദിവസമായി പുലി ഈ സ്കൂളിൻ്റെ പരിസരത്തുണ്ട് എന്ന് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിന് അവധി നൽകിയിരിക്കുന്നത്. അത്തരമൊരു ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുന്നത് കൂടുതൽ അപകടമുണ്ടാക്കും എന്നൊരാശങ്കയുണ്ട്. അതുകൊണ്ട് അട്ടപ്പാടി മുള്ളി ട്രൈബൽ GLP സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ ഒപ്പിടാനുള്ള നീക്കത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ ആശങ്ക അറിയിച്ച CPI മന്ത്രിമാർ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്നും ചർച്ചയില്ലാതെ തീരുമാനമെടുക്കുന്നതിൽ ആശങ്കയുണ്ട് എന്നും CPI മന്ത്രിമാർ അറിയിച്ചു. PM ശ്രീ പദ്ധതി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിലൂടെ ലഭിക്കേണ്ട 1500ഓളം കോടി രൂപ ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു PMC പദ്ധതിയിൽ ചേരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അജണ്ടയിൽ ആദ്യം ഉൾപ്പെടുത്തിയില്ല. ഔട്ട് ഓഫ് അജണ്ടയായി വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നാലും എതിർക്കാൻ തന്നെയായിരുന്നു CPIയുടെ തീരുമാനം. CPI മന്ത്രിമാർ അക്കാര്യം തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതും. എന്നാൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ടും വിഷയം വരാത്ത സാഹചര്യത്തിൽ തങ്ങളുടെ ആശങ്ക CPIയുടെ ആശങ്ക CPI മന്ത്രിമാരായ K രാജനും B പ്രസാദും മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. ഇന്നലെ MV ഗോവിന്ദനെ ഇത് ചോദിച്ചപ്പോൾ എന്ത് CPI എന്ന് ചോദിച്ചു. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പുച്ഛവും പരിഹാസവും കലർന്ന പരിഗണന. ഇത് ഉചിതമാണോ? ഗോവിന്ദ മാഷ് ചോദിക്കാൻ വഴിയില്ല. അല്ല, അങ്ങനെ TV-യിൽ വന്നല്ലോ. ചോദിക്കാൻ വഴി ഞാൻ കേട്ടില്ല, കണ്ടില്ല. ചോദിക്കാൻ വഴിയില്ല. ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അത്തരമൊരു അരാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ആളല്ല CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നെനിക്കറിയാം. അതുകൊണ്ട് CPIM-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ രാഷ്ട്രീയ ആശയ നിലവാരത്തിൽ നിരക്കാത്ത ചോദ്യം സഖാവ് ഗോവിന്ദ മാഷ് ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും PMC പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് CPI. ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് പോകാൻ CPI തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒന്നിനെ കേരള സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. സഖാവ് ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. അതേ കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ CPIക്കുള്ളത്. CPIക്കും CPM-നുമെല്ലാം ഒരേ കാഴ്ചപ്പാടുള്ള ഒരു വിഷയമാണത്. ആ കാഴ്ചപ്പാട് NEP എന്ന് പറയുന്ന RSS അജണ്ട നടപ്പിലാക്കാൻ സാധ്യമല്ല എന്നാണ്. ഇതിനിടെ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി. സർക്കാർ PMC പദ്ധതി നടപ്പാക്കില്ല എന്ന് തന്നെയാണ് വിശ്വാസമെന്നും ഇത്തരത്തിൽ വർഗീയ ഉള്ളടക്കമുള്ള PMC പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് SFI എന്നും ആദർശ് 24-നോട് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞ ആ പ്രതികരണം ചർച്ചകൾ നടത്തണം എന്നാണ് SFI ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. ആ ചർച്ചകളിലൂടെ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് SFI നേതാവ് ആദർശം സജീവ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ അറിയിച്ചത്. ആ പ്രതികരണത്തിലേക്ക്. ഈ വിദ്യാഭ്യാസ നയം എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക, കേന്ദ്രീകരിക്കുക, അതോടൊപ്പം തന്നെ കമ്പോളവൽക്കരിക്കുക അല്ലെങ്കിൽ കച്ചവടവൽക്കരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി അവരുടെ സംഘപരിവാറിൻ്റെ അജണ്ടയായി നടപ്പിലാക്കാനാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020. അതിൻ്റെ ഭാഗമായി 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഉള്ളടക്കത്തോടു കൂടി ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. ഗവൺമെൻറ് നല്ല നില അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ചർച്ചകൾ നടത്തുന്നതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കേരളത്തിനകത്ത് SFIയും പൊതുജനങ്ങളും എല്ലാം തന്നെ നമുക്ക് അവകാശപ്പെട്ട പൈസ ലഭ്യമാക്കണം. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംഘർഷത്തിൽ 400ഓളം പേർക്കെതിരെ കേസെടുത്തു.
ആക്രമണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ട് എന്നാണ് ഫ്രഷ് കട്ട് ഉടമകളുടെ ആരോപണം. കട്ടിപ്പാറ സംഘർഷത്തിൽ ബാഹ്യ ഇടപെടലുകൾ ശരിവെച്ച് മന്ത്രി എം ബി രാജേഷും രംഗത്തെത്തി. ആക്രമണം നടത്തിയത് SDPI ക്രിമിനലുകളെന്നാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആരോപണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത, കാരണം 100 പേർക്കെതിരെ കൂടി ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഫയർഫോഴ്സിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാരണം ഈ സംഭവം നടന്ന ഘട്ടത്തിൽ, അവിടെ തീ പിടിക്കുന്ന ഘട്ടത്തിൽ ഫയർഫോഴ്സ് ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് റോഡിൽ, അതായത് 2 കിലോമീറ്റർ ഇപ്പുറം ഈ സമരക്കാർ ഈ ഫയർഫോഴ്സിനെ തടഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അത് വലിയ രീതിയിൽ ഈ തീ കെടുത്താനും അവിടെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്ക് അഴിവ് വരുത്താനും വലിയൊരളവിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചു എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള പരാതിയെ തുടർന്ന് കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. SDPI പ്രവർത്തകർ ഈ സമരത്തിൽ നുഴഞ്ഞു കയറുകയും അവരുടെ നേതൃത്വത്തിലാണ് അവിടെ ഒരു കലാപത്തിന് സമാനമായ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവിടെ വാഹനങ്ങൾക്ക് തീയിട്ടതും ഒപ്പം തന്നെ ഫാക്ടറിക്ക് തീയിടാനുള്ള ശ്രമം നടത്തിയതും ഒക്കെ തന്നെ SDPI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് എന്ന ആരോപണമാണ് CPM ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ, തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. കാരണം SDPI ആണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് CPM ആരോപിക്കുമ്പോൾ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. അതോടൊപ്പം തന്നെ നാളെ മുതൽ ഒരുപക്ഷെ ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പുതുതായിട്ട് 100 പേർക്ക് കൂടി എതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു അപ്ഡേഷനായിട്ട് വന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷമാണ്. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 19 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് മണ്ണാർക്കാട് തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ട് തലനാരിഴയ്ക്കാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ തെരുവുനായ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഓരോ ദിവസം കഴിയുന്തോറും സംസ്ഥാനത്ത് തെരുവുനായയുടെ അക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തെരുവുനായ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യം, വിദ്യാർത്ഥികൾക്കും വീട്ടിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾക്കും പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ഇന്ന് മാത്രം കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി 8 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കോഴിക്കോട് 3 പേർക്കും, മലപ്പുറത്ത് 2 പേർക്കും, പാലക്കാട് 3 പേർക്കും തെരുവുനായയുടെ കടിയേറ്റു. ഇന്നലെയും ഇന്നുമായി കോഴിക്കോട് ജില്ലയിൽ 19 ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. വാണിമേൽ, കല്ലാച്ചി എന്നിവിടങ്ങളിലായിരുന്നു തെരുവുനായ ക്രൂരമായ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ തെരുവുനായയെ നാട്ടുകാർ പിടികൂടി തല്ലിക്കൊന്നിട്ടുണ്ട്. എല്ലാ ആളുകളും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് 2 പേർക്കാണ് ഇന്ന് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടാണ് വളാഞ്ചേരിയിൽ 2 വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചത്. 2 പേരെയും തിരൂരുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടക്കലിലും വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന 8 വയസ്സുകാരനെ വീടിനകത്ത് കയറി തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാലക്കാട് ഇന്ന് 3 ആളുകൾക്കാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. പാലക്കാട് മേപ്പറമ്പ് മാപ്പിളക്കാടിലാണ് 2ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്കും യുവതിക്കും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് കോടതിപ്പടി ചോമഞ്ചേരി ഗാർഡൻ റെസിഡൻസിയിൽ മദ്രസയിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ തെരുവുനായ ഓടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത്. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ അഴിഞ്ഞാടുന്ന, തെരുവുനായയുടെ അക്രമത്തിനിരയാകുന്ന പുതിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്രം കുറിക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം 3 അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിവ മാറ്റിവെക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ മെഡിക്കൽ കോളേജിൽ തുടങ്ങി. സർക്കാർ ആശുപത്രിയിൽ ആദ്യമായാണ് ശ്വാസകോശം മാറ്റിവെക്കൽ സർജറി നടക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ കുടുംബം സമ്മതപത്രം ഒപ്പുവെക്കുകയും അത് ആ സർജറിക്ക്, ആ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരുങ്ങുകയും ചെയ്യുന്നു എന്ന വിവരം നേരത്തെ വന്നിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായി തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എടുത്തു പറയേണ്ടത് 9 അവയവങ്ങളാണ് ഈ മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷിന്റെ
കുടുംബം ദാനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 3 അവയവങ്ങളാണ് ഒരു ദിവസം മാറ്റിവെക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇതിനോടകം തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നടന്നിട്ടുണ്ട്. 11 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സക്സസ്ഫുൾ ആയിട്ട് നടന്നിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെയാണ് ഇപ്പോൾ ഹൃദയത്തിന് പുറമെ ശ്വാസകോശം, വൃക്ക ഈ 3 അവയവങ്ങളും ഒരു ദിവസം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയിലേക്ക് കടക്കുന്നത്. അതിന്റെ ദിവസം എന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലൂടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 17-ാം തീയതിയാണ് ശബരിമലയിൽ പോയി മടങ്ങുന്നതിനിടയിൽ ഒരു അപകടമുണ്ടായി. തലയ്ക്ക് പരിക്കേറ്റ് ഈ അനീഷ് എന്ന് പറയുന്ന പൂജപ്പുര സെൻട്രൽ പ്രിസണിലെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറാണ് അനീഷ് ചികിത്സയിലേക്ക് പോകുന്നത്. തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അതിനുശേഷം ബന്ധുക്കൾ വലിയൊരു കാര്യം 9 അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു നിർണായക തീരുമാനം എടുക്കുകയായിരുന്നു. എന്തായാലും എല്ലാം കൊണ്ടും ഒരു ചരിത്ര നിമിഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശരി ടോബി, ശബരിമലയിൽ ഡ്യൂട്ടിക്കിടെ കുഴഞ്ഞു വീണ പോലീസ് ഉദ്യോഗസ്ഥൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അനീഷ്, അദ്ദേഹത്തിന് 41 വയസ്സായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ അനീഷ് ഇനി 9 പേരിലൂടെ ജീവിക്കുകയാണ്. ഒരു വലിയ സർജറി നടക്കാൻ പോകുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ. അതിനുള്ള ഒരുക്കങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഡോക്ടേഴ്സ് പൂർത്തിയാക്കി വരികയാണ്. വിശദാംശങ്ങളാണ് ടോബി നൽകിയത് കോട്ടയത്ത് നിന്ന്. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. കേരള സ്കൂൾ കായികമേളയിൽ കുതിപ്പ് തുടർന്ന തിരുവനന്തപുരം. ഗെയിംസിലും അക്വാറ്റിക്സിലും ആതിഥേയർ ബഹുദൂരം മുന്നിലാണ്. അത്ലറ്റിക്സ് മത്സരങ്ങൾ നാളെ തുടങ്ങും. അതേസമയം ഇൻക്ലൂസീവ് വിഭാഗത്തിൽ പാലക്കാട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. കേരള സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ അപ്രമാദിത്വം തുടരുകയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഓവറോൾ ചാമ്പ്യന്മാരാകാനുള്ള തയ്യാറെടുപ്പിലാണ് ആതിഥേയ ജില്ല. കഴിഞ്ഞ തവണ 1934 പോയിന്റെങ്കിൽ ഇത്തവണ അത് 2000 കടത്താനുള്ള ശ്രമത്തിലാണ്. സ്വന്തം നാട്ടിൽ കൂടി ആയതിന്റെ ആനുകൂല്യം ശരിക്കും മുതലെടുക്കുന്നുണ്ട് തിരുവനന്തപുരം. ഗെയിംസിലാവട്ടെ അക്വാറ്റിക്സിലാകട്ടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. ഗെയിംസിലേക്ക് വരികയാണെങ്കിൽ 76 സ്വർണം ഉൾപ്പെടെ ഇപ്പോൾ 650 പോയിന്റിന് മുകളിലേക്ക് മുന്നേറുകയാണ് തിരുവനന്തപുരം. 2ാം സ്ഥാനത്തുള്ള കണ്ണൂരിനേക്കാൾ വലിയ ദൂരമുണ്ട്, പോയിന്റുകൾ വലിയ വ്യത്യാസമുണ്ട്. 3ാം സ്ഥാനത്തുള്ളത് കോഴിക്കോടാണ്. കണ്ണൂരിന് 377 പോയിന്റെങ്കിൽ 300 പോയിന്റിലേക്ക് നീങ്ങുകയാണ് കോഴിക്കോട്. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 2ാം സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും മത്സരം എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. ആദ്യ ദിനമായിട്ടേ ഉള്ളൂ. പക്ഷേ വരും ദിവസങ്ങളിലേക്ക് വരുമ്പോൾ പോലും ഇതേ ഒരു കുതിപ്പിന് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് സാധ്യത. ഇന്ന് ഒരു ആദ്യ റെക്കോർഡ് മേളയിൽ പിറന്നത് തൃശൂർ സായിയിലെ അജിത് യാദവിൽ നിന്നാണ്. सर की मेहनत है, मैं उनके पास प्रैक्टिस किया साई में, त्रिशूर साई, और प्रैक्टिस की वजह से मेरा टाइम ब्रेक हुआ. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമാവുന്നത്. മേളയിലെ ഏറ്റവും ഗ്ലാമർ ഇനം എന്നൊക്കെ ചോദിച്ചാൽ അത്ലറ്റിക്സ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിലും 100 മീറ്റർ മത്സരങ്ങൾ നാളെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാളെ ആകെ 10 ഫൈനലുകളാണ് അത്ലറ്റിക്സ് ഉള്ളത്. ഇത്തവണ മലപ്പുറത്തിന് വെല്ലുവിളിയായി തിരുവനന്തപുരം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്കൂളുകളിലും വലിയ പോരാട്ടം തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ടത് ഐഡിയൽ കടകശ്ശേരി തന്നെയാണ്. തുടർച്ചയായ 4ാം തവണയും സ്കൂളുകളിൽ ചാമ്പ്യന്മാരാകുക ലക്ഷ്യമിട്ടാണ് അവർ എത്തുന്നത്. നാളെ മുതൽ എല്ലാ കണ്ണുകളും അത്ലറ്റിക്സിലേക്ക് തന്നെയാണ്. ട്രാക്കിലും ഫീൽഡിലെയും മിന്നൽ പോരാട്ടങ്ങളിലേക്കാണ്. ആവേശ പോരാട്ടങ്ങൾ തുടരുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം, സ്കൂളുകളിൽ മലപ്പുറമോ അതോ മറ്റേതെങ്കിലും ജില്ലയോ എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസുദേവ്, 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.